Guten Tag. So let's look into the verb lassen. What makes lassen so interesting? Lassen has got different meanings in different occasions. അതായത് ലാസൻ എന്ന വെർബിന് പല ഒക്കേഷൻസിലും പല മീനിങ് ആയിരിക്കും. സോ ലെറ്റ്സ് ലുക്ക് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ബേസിക്കലി ലാസൻ്റെ മീനിങ് വരുന്നത് ടു ലെറ്റ് എന്നാണ്. അതുപോലെ അതിൻ്റെ കോൺജുഗേഷൻ ഇഷ് ലാസ്, ദു ലേസ്ഡ്, എറസി ലേസ്ഡ്, വിയ ലാസൻ, ഇയ ലാസ്റ്റ്, സി ലാസൻ എന്നാണ്. ഇത് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. വെൻ വി ലുക്ക് ഇൻ ഡീറ്റെയിൽ ദർ ആർ ടു കേസസ് ഓഫ് ലാസൻ. ലാസൻ എന്ന വെർബിന് രണ്ട് കേസസ് ഉണ്ട്. അതായത് ലാസൻ ഒരു ഫോൾ വെർബായും, അതായത് ഒരു മെയിൻ വെർബായും, അതേപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വെർബായും ആക്ട് ചെയ്യും. ടേക്ക് ദ ഫസ്റ്റ് കേസ്, ലാസൻ ആസ് എ ഫോൾ വെർബ്. വെൻ ലാസൻ ഈസ് എ മെയിൻ വെർബ്, ദ സ്ട്രക്ചർ ഈസ് subject plus conjugated lassen plus object. The first case where we use the main verb lassen is when we leave something behind. Oder etwas zurücklassen. For example, ich lasse meine Laptop im Büro, which means I'm leaving my laptop in the office. അതായത് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓഫീസിൽ വെച്ചിട്ട് പോകുവാണ്. Another example is ലേസ്ഡ് സൈനൻ രേഖൻഷ്യം സു ഹൗസ്, which means he is leaving his umbrella at home. അവൻ വീട്ടിൽ കുട വെച്ചിട്ട് പോവുകയാണ്. നമുക്ക് പാസ്റ്റിൽ പറയണമെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫോം ഉപയോഗിക്കണമെങ്കിൽ ലാസൻ്റെ പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത് ഹാബൻ പ്ലസ് ലാസൻ ആണ്. അതായത് ഇവിടെ ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാബൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഹാഡ് സൈനൻ രഗൻഷ്യം സു ഹൗസ് ഗ്ലാസൻ. ദാറ്റ് മീൻസ് ഹി ലെഫ്റ്റ് ഹിസ് അംബ്രല്ല അറ്റ് ഹോം. അതായത് അവൻ കുട വെച്ചിട്ട് പോന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസൻ്റെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാബൻ പ്ലസ് ഗലാസൻ ആണ്. ലാസൻ ആസ് എ ഫോൾ വെർബിൻ്റെ നെക്സ്റ്റ് കേസാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് മീനിങ് വരുന്നൊരു കേസാണ് ടു ക്വിറ്റ് സംതിങ് അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇഷ് ലാസ് ദസ് റൗഹൻ, വിച്ച് മീൻസ് ഐ ക്വിറ്റ് സ്മോക്കിംഗ്. മറ്റൊരു എക്സാമ്പിളാണ് ഇഷ് ലാസ് ദസ് ഫാസ്റ്റ് ഫുഡ്, വിച്ച് മീൻസ് ഐ എം ക്വിറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്. സോ ഫോൾ വെർബ് കേസിൻ്റെ മറ്റൊരു മീനിങ് ആണ് ടു ക്വിറ്റ് സംതിങ്. സോ ലാസൻ ആസ് എ ഫോൾ വെർബ് കേസിൽ ഈ രണ്ട് മീനിങ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ടു ലീവ് സംതിങ് ബിഹൈൻഡ് ആൻഡ് ഓൾസോ ടു ക്വിറ്റ് സംതിങ്. നെക്സ്റ്റ് കേസാണ് ലാസൻ ആസ് എ ഹെൽപ്പിംഗ് വെർബ് ഓർ ഹിൽഫ്സ് വെർബ്. വെൻ ഇറ്റ് കംസ് ടു ഹെൽപ്പിംഗ് വെർബ്, ദ സ്ട്രക്ചർ ഈസ് സബ്ജെക്റ്റ് പ്ലസ് കോൺജുഗേറ്റഡ് ലാസൻ പ്ലസ് ഇൻഫിനിറ്റീവ് വെർബ്. അതായത് കോൺജുഗേറ്റഡ് ലാസന് പുറമെ മറ്റൊരു ഇൻഫിനിറ്റീവ് വെർബും നമുക്ക് ആവശ്യമാണ്. അതായത് ഒരു മൊഡാൽ വെർബ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ലാസൻ സെക്കൻഡ് പൊസിഷനിലും അതേപോലെ തന്നെ മറ്റൊരു വെർബ് ഇൻഫിനിറ്റീവ് പൊസിഷനിലും വരുന്നതാണ്. ലാസൻ ആസ് എ ഹെൽപ്പിംഗ് വെർബിൻ്റെ ഫസ്റ്റ് മീനിങ് ആണ് ഇറ്റ് വാസ് എർലൗബൻ, ഓർഡർ ടു അലൗ സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇഷ് ലാസ് ദി കിൻഡർ ദ്രൗസൻ സ്പീലൻ, വിച്ച് മീൻസ് ഐ ലെറ്റ് ദ കിഡ്സ് ടു പ്ലേ ഔട്ട്സൈഡ്. ഞാൻ കുട്ടികളെ വെളിയിൽ കളിക്കാൻ അനുവദിച്ചു. Another example is ich lasse meinen Hund ins Bett schlafen, which means I let the dog to sleep in the bed. Lassen as a helping verb-ൻ്റെ പെർഫെക്റ്റ് ഫോം ചെയ്യുമ്പോൾ മെയിൻ വെർബിൽ നിന്നും അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജെക്റ്റ് പ്ലസ് ഹാബൻ പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ലാസൻ ആണ്. അതായത് ഇവിടുത്തെ പെർഫെക്റ്റ് ഫോം എന്ന് പറയുന്നത് ഹാബൻ പ്ലസ് ലാസൻ തന്നെയാണ്. പക്ഷേ മെയിൻ വേർബിൽ നമ്മൾ ഹാബൻ പ്ലസ് ഗലാസൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഷ് ഹാബ് ദി കിൻഡർ ദ്രൗസൻ സ്പീലൻ ലാസൻ, വിച്ച് മീൻസ് ഐ അലൗഡ് ദ കിഡ്സ് ടു പ്ലേ ഔട്ട്സൈഡ്. അനദർ എക്സാമ്പിൾ ഈസ് ഹാഡ് സൈനൻ ബാർട്ട് വാക്സൻ ലാസൻ, വിച്ച് മീൻസ് ഹി അലൗഡ് ഹിസ് ബിയർഡ് ടു ഗ്രോ. ലാസൻ ആസ് എ ഹെൽപ്പിംഗ് വെർബിൻ്റെ നെക്സ്റ്റ് മീനിങ് വരുന്ന കേസാണ് ഇറ്റ് വാസ് ഫെറൻ ലാസൻ, which means to let something to happen or to have something done. For example, ich lasse mein Auto reparieren, which means I am having my car repaired. Another example is wir lassen das Haus renovieren, which means we are having the house renovated. ഈ മീനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് അല്ല ഇവിടെ ആക്ഷൻ ചെയ്യുന്നത്. അതായത് വി ആർ ലാസൻ ദസ് ഹൗസ് റിനോവിയറൻ എന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും നമ്മളല്ല നമ്മുടെ ഹൗസ് റിനോവേറ്റ് ചെയ്യുന്നത്, മറ്റൊരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ ചെയ്യുന്നത് മറ്റൊരാളാണ്.
മറ്റൊരാളെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഫെറാൻ ലാസൻ എന്ന ഈ കേസ് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ദ നെക്സ്റ്റ് കേസ് ഓഫ് ഹെൽപ്പിംഗ് വെർബ് ലാസൻ ഈസ് സജഷൻ. അതായത് ഒരു സജഷൻ കൊടുക്കാൻ നമുക്ക് ലാസൻ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് വൺസ് ബിരിയാണി എസൻ, വിച്ച് മീൻസ് ലെറ്റ് us eat ബിരിയാണി. അനദർ എക്സാമ്പിൾ ഈസ് ലാസ്റ്റ് വൺസ് ഫിലിം സെവൻ, വിച്ച് മീൻസ് ലെറ്റ് us വാച്ച് എ മൂവി. ഇതൊരു സജഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇമ്പറാറ്റീവ് കേസാണ്. അതുകൊണ്ടാണ് ലാസൻ എന്ന വെർബിൻ്റെ വെർബ് സ്റ്റെം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെൽപ്പിംഗ് വെർബ് ലാസൻ്റെ ഫൈനൽ കേസാണ് സിഷ് ലാസൻ. അതായത് ലാസൻ എന്ന വെർബിൻ്റെ റിഫ്ലെക്സീവ് ഫോം, വിച്ച് മീൻസ് സംതിങ് ക്യാൻ ബി ഡൺ ഓർ ഇറ്റ്സ് പോസിബിൾ ടു ഡു സംതിങ്. ഫോർ എക്സാമ്പിൾ, ദസ് ഫെൻസ്റ്റർ ലേസ് സിഷ് ഓഫ്നൻ, which means the window can be opened. Another example is this problem leist sich lösen, which means the problem can be solved. So this case of lassen is often used as an alternative to the passive voice in German. അതായത് പാസീവ് വോയിസിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് റിഫ്ലെക്സീവ് ഫോം ഓഫ് ലാസൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ലാസൻ. നാം പറഞ്ഞൊന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ ലാസന് രണ്ട് കേസസ് ആണുള്ളത്. അതായത് ഒരു ഫോൾ വെർബ് കേസും മെയിൻ വെർബ് കേസും. ഫോൾ വെർബ് കേസിൽ രണ്ട് മീനിങ് ആണ് വരുന്നത്. ഇറ്റ് വാസ് ഉറൂക്ക് ലാസൻ, അതുപോലെ തന്നെ ഓഫ് യോറൻ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് സംതിങ്. ദ നെക്സ്റ്റ് കേസ് ഈസ് ലാസൻ ആസ് എ ഹെൽപ്പിംഗ് വെർബ്. ഇവിടെ വരുന്ന മീനിങ്ങുകളാണ് ഇറ്റ് വാസ് അലൗവൻ അല്ലെങ്കിൽ ടു അലൗ സംതിങ്. നെക്സ്റ്റ് മീനിങ് ഇറ്റ് വാസ് ഫെറാൻ ലാസൻ അല്ലെങ്കിൽ ടു ലെറ്റ് സംതിങ് ടു ഹാപ്പൻ. തേർഡ് മീനിങ് ഈസ് സജഷൻ. And fourth case is sich lassen or reflexive form of lassen.